ഇന്ന് വേൾഡ് ട്രോമ ഡേ ആണ്. സാധാരണ ഒരു റോഡ് അപകടം ഉണ്ടാകുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ചിലരൊക്കെ ഇങ്ങനെ പകച്ച് പാനിക്കായി നിൽക്കും. ചിലർ പോലീസിനെ വെയിറ്റ് ചെയ്യും, ചിലർ അവർക്കറിയുന്ന രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തും. എങ്ങനെയാണ് ഒരു ട്രോമ, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ യഥാർത്ഥത്തിൽ എങ്ങനെ അതിനെ ട്രോമ കെയർ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സോണിൽ നമുക്ക് എങ്ങനെ പ്രതികരിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ചീഫ് റിനൂപ് രാമചന്ദ്രനാണ് എനിക്കൊപ്പം ചേരുന്നത്. ഡോക്ടർ, സാധാരണ ഈ ഒരു ആക്സിഡൻറ്റ് സോണിലെത്തുമ്പോൾ ആളുകൾ എന്ത് ചെയ്യണം എന്നറിയില്ല, പക്ഷേ ആ ഒരു സീൻ കാണുമ്പോൾ അറിയുന്ന പോലെയൊക്കെ ചെയ്യുക. നമുക്ക് അതിനകത്ത് ഒരു കെയർ എങ്ങനെ കൊടുക്കാൻ പറ്റും? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റോഡ് അപകടങ്ങൾ അല്ല അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തന്നെ ഒരു വർഷം റോഡ് അപകടങ്ങളിൽപ്പെട്ട് മരണപ്പെടുന്നവർ മാത്രം 4000-ലധികമാണ്. അതിൻ്റെ എത്രയോ മടങ്ങ് 10,000-കണക്കിന് ആളുകളാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ട് ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ കിടപ്പിലായി പോവുകയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു കാര്യം, ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്, അതായത് ആദ്യം അവിടെ എത്തുന്നത് പലപ്പോഴും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ആയിരിക്കില്ല. പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആംബുലൻസ് ഉണ്ടാവും, പാരാമെഡിക്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരാണ് രോഗിയെ സൈറ്റിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാർ സാധാരണ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ, ഒരു വാഹന അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളൊരു ഹൈറ്റിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന കാര്യം, ആളെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാനാണ് നോക്കുക. ആളെ പെട്ടെന്ന് കോരിയെടുത്ത് ആശുപത്രിയിലേക്ക് കിട്ടുന്ന വാഹനത്തിൽ കയറ്റിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുക. പലപ്പോൾ നമ്മളിത് നല്ല ഉദ്ദേശത്തോട് ചെയ്യുന്നതാണ്, പക്ഷേ ചിലപ്പോഴൊക്കെ ഈ ഒരു ഇത് രോഗിയുടെ കാര്യത്തിൽ ചിലപ്പോൾ മോശമായിട്ട് ഭവിക്കാറുണ്ട്. സപ്പോസ് ആൾക്കൊരു ചെറിയ കൊണ്ടുപോകുന്ന വാഹനം, അതുപോലെ അവരെടുത്ത് വാഹനത്തിലേക്ക് വെക്കുന്നത്, വാഹനത്തിന് പുറത്തേക്ക് എടുക്കുന്നത്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതെ, നമ്മൾ ഒരു ഹൈ ഇമ്പാക്ട് കൊളീഷൻ ആണെങ്കിൽ, അതായത് ഒരു നല്ലൊരു ഫോഴ്സിലുള്ള ഇടിയാണ് അല്ലെങ്കിൽ ഉയരത്തിൽ വീഴാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നട്ടലിന് പരിക്ക് പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആളെ ഇങ്ങനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ പരിക്കുണ്ടാവും, പക്ഷേ നമ്മുടെ ഈ ഒരു കൈകാര്യം കാരണം അത് കൂടുതലായി പോകും. ചിലപ്പോൾ ആള് ജീവിതകാലം മുഴുവൻ പാരലൈസ് ആയിട്ട് കിടപ്പിലായി പോകേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ശരിയായ രീതിയിൽ ആളെ വാഹനത്തിൽ നിന്ന് പുറത്തെടുക്കുക, ശരിയായ രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിലൂടെ ഈ ഒരു കാര്യം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതിലൊരു ശരിയായ രീതി എന്ന് പറയുന്നത് സ്ട്രെച്ചർ ഉപയോഗിക്കുക, അങ്ങനെയുള്ളതാണ്. നമ്മൾ ഈ മൂവ്മെൻറ്റ്സ് മാക്സിമം കുറക്കുക എന്നുള്ളതാണ്. നമ്മളെ കഴുത്ത്, അതുപോലെ തന്നെ നട്ടലിൻ്റെ ഭാഗങ്ങളിലുള്ള മൂവ്മെൻറ്റ്സ് മാക്സിമം കുറച്ചിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ശരിയായ രീതി. അതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് നമ്മളെ സ്പൈൻ ബോർഡ് അതുപോലെയുള്ള കാര്യങ്ങൾ. അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത് നമുക്കത് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്താലോ? രണ്ട് കാര്യങ്ങൾ കൂടി, നമ്മൾ ഈ ഓട്ടോറിക്ഷ, കാറ്, അങ്ങനെ പെട്ടെന്ന് അവൈലബിൾ ആയ വാഹനങ്ങളായിരിക്കും ആളുകൾ ഈ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുക. അപ്പോൾ ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അത് രോഗിയുടെ ഗുരുതരാവസ്ഥക്കനുസരിച്ചിരിക്കും. ആള് പലപ്പോഴും ആള് തീരെ റെസ്പോണ്ട് ചെയ്യുന്നില്ല, അതിന്റെ ശ്വാസം എടുക്കുന്നില്ല, അങ്ങനെയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല, ഒരു വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടൂല. അങ്ങനെയല്ല, നമ്മൾ ആളെ കണ്ടു, ആ വണ്ടീൻ്റെ ഉള്ളിലാണുള്ളത്, നമ്മൾ ആള് സംസാരിക്കുന്നുണ്ട്, ശ്വാസം എടുക്കുന്നതിന് കുഴപ്പമില്ല, അങ്ങനെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റോളം ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പം ഇല്ല. ആംബുലൻസിൽ അങ്ങനെ പ്രത്യേക സൗകര്യമുള്ള ആംബുലൻസ്, ICU ഫെസിലിറ്റീസ് ഉള്ള ആംബുലൻസ് വേണമെന്നാണ്. ആശുപത്രിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ICU സൗകര്യങ്ങളുള്ള ആംബുലൻസ് എപ്പോഴും വേണം എന്നില്ല. അവൈലബിൾ ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മൾക്ക് ഈ ഒരു ട്രോമ സിറ്റുവേഷനിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒന്ന് കഴുത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സെർവൈക്കൽ കോളർ, അതുപോലെ തന്നെ സ്പൈൻ ബോർഡ്, നട്ടലിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള സ്പൈൻ ബോർഡ്, ഈ ഉപകരണങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത്. അത് മിക്ക ആംബുലൻസിലും അവൈലബിൾ ആയിരിക്കും. രക്തം വാർന്നൊഴുകുന്നുണ്ട്, നമുക്കൊന്നും പ്രൈമറി ആയിട്ട് നമുക്കൊരു പ്രൈമറി ട്രീറ്റ്മെന്റ്, ഒരു ഹെൽത്ത് കെയർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നേരിട്ട് ആശുപത്രി എത്തിക്കാം? ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഇപ്പം ATLS ഗൈഡ് ലൈൻസ് അടക്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രോമയ്ക്ക് ശേഷമുള്ള മരണത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അനിയന്ത്രിതമായിട്ടുള്ള രക്തസ്രാവമാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തുടങ്ങേണ്ടതുണ്ട്.
സിവിലിയൻസിന് ചെയ്യാൻ പറ്റുമോ? സിവിലിയൻസിന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് ഈ ഒരു ബ്ലീഡിംഗ് കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ അതിൽ പ്രഷർ അപ്ലൈ ചെയ്യാണ് ചെയ്യുക. അതായത് നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആ മുറിവിൻ്റെ മേലെ ഡയറക്റ്റ് കംപ്രഷൻ, ഡയറക്റ്റ് ആയിട്ട് മുറിവിൻ്റെ മേലെ അമർത്തി നമുക്കത് ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിലും കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മുറിവിൻ്റെ മേലെ, അല്ലെങ്കിൽ ഒരുപാട് മുറിവുകളുണ്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക 1-2 സ്ഥലങ്ങളിൽ ഇത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ രക്തക്കുഴലൊക്കെ ചെറിയ അപകടം പറ്റിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മുറിഞ്ഞു ബ്ലീഡിങ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ആ മുറിവിന് മേലെയായിട്ട് ചെറിയൊരു ടൂർണിക്ക എന്ന് പറയും. ടൂർണിക്ക ഒരു തൂവാലയോ തോർത്ത് വെച്ചിട്ട് നമുക്ക് പൂർണ്ണമായും ടൈറ്റ് ആവുന്ന രീതിയിലല്ലാതെ ടൈറ്റായിട്ട് കെട്ടിയിട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്കുള്ള രക്തോട്ടം കുറച്ച് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഫ്രാക്ചറൊക്കെ ആയിട്ട് ഒടിഞ്ഞ് തൂങ്ങുകയാണെന്നുണ്ടെങ്കിലും ആ ബ്ലീഡിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ നമുക്ക് ചെറിയൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പലകയോ വടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ആ പൊട്ടിയ ഭാഗം സ്റ്റെബിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്ലീഡിങ്, വേദന അങ്ങനെയുള്ള കാര്യങ്ങൾ കുറക്കാൻ വേണ്ടി പറ്റും. ഈ നമ്മുടെ ഹൈവേസിലൊക്കെ ഇങ്ങനെയുള്ള ട്രോമാ കെയർ ആയിട്ടുള്ള വോളണ്ടിയേഴ്സ് അങ്ങനെയുള്ള ആളുകളെ ട്രെയിൻ ചെയ്തെടുക്കാനും അവിടേക്ക് ആംബുലൻസ് ഫെസിലിറ്റി ലഭ്യമാക്കാനൊക്കെ ഒരു ശ്രമം നടത്താൻ പറ്റില്ല സർക്കാരിന്? ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് പല ഇനീഷ്യേറ്റീവ്സും ഉണ്ടായി വരുന്നുണ്ട്. നമ്മൾ മുമ്പ് ഉണ്ടായതിനേക്കാളും ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ ഒരു പ്രീ ഹോസ്പിറ്റൽ കെയറിന്റെ ഇതിലേക്ക്. പക്ഷേ എന്നാലും നമുക്കൊരു പൂർണ്ണമായിട്ടും ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇല്ല. പക്ഷെ അത് നേരത്തെ ഉള്ളതിനെക്കാട്ടി ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പം ഞാൻ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ആൾക്കാരെ ഇതിൽ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ശരിയായ രീതിയിലുള്ള ട്രെയിനിങ് കിട്ടുന്നതോടും നമ്മൾ ഈ ഒരു ട്രോമ വിക്ടിമിന് നല്ല ഒരു ഔട്ട്കം ഉണ്ടാവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു ട്രോമാ കെയർ വോളണ്ടിയർ ആവാൻ വേണ്ടി നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടി ഇതിൻ്റെ ഈ ദുരന്തങ്ങളുടെ ആഴം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.